ഹലോ ഗായ്സ്, എല്ലാവർക്കും യൂടെക്കിൻ്റെ പുതിയ വീഡിയോയിലോട് സ്വാഗതമുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എനിക്ക് റോബോട്ടിക്സിനെ കുറിച്ചും പിന്നെ അതേപോലെ നമ്മൾ ഓരോ സമയങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റുകളെ കുറിച്ചും പിന്നെ ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടത്, ഇതൊക്കെ എന്നെക്കൊണ്ട് പറ്റുമോ, പിന്നെ എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളൂ, കമ്പ്യൂട്ടറൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നവർക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമോ, ഒരു ബിഗിനർ ലെവലുള്ളവർക്ക് എന്തൊക്കെ സംഭവങ്ങൾ ഇതിലോട്ട് യൂസ് ചെയ്യണം, ഓരോ കമ്പോണൻസുകളൊക്കെ എന്തൊക്കെയാണ് ഇതിലോട്ട് യൂസ് ചെയ്യുന്നത്, പിന്നെ ഇതേപോലെ നമ്മൾ ഓരോ സെൻസറൊക്കെ യൂസ് ചെയ്ത് ഇതെങ്ങനെ കണക്ട് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഓവറോൾ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. നമ്മളിതൊരു സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് ഇതെല്ലാം എന്നുള്ളതും പിന്നെ അതേപോലെ ഇതിൽ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചും പിന്നെ മൈക്രോ കൺട്രോളർ, മൈക്രോ പ്രോസസ്സർ എന്നുള്ള തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ കാണാൻ പറ്റുന്നതാണ്. സീരീസ് ആയതുകൊണ്ട് തന്നെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ട് സ്വന്തമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാനും പല രീതിയിലുള്ള കോഡ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കമ്പോണൻസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി തുടങ്ങാം കേട്ടോ. നമ്മൾ സാധാരണ ഒരു ബിഗിനർ ലെവലിൽ എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്യണം, പിന്നെ അതൊക്കെ എങ്ങനെ കോഡ് നിങ്ങൾ ചെയ്യണം നമ്മൾ വേറെ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം കമ്പോണൻസ് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയാണ് നമുക്ക് ആർഡിനോ ബോർഡാണ് സാധാരണയായിട്ട് ബിഗിനർ ലെവലിൽ ഒരാൾ യൂസ് ചെയ്യുന്നത് വരുന്നത്. നമ്മൾ ബിഗിനർ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആർഡിനോ ബോർഡിൽ യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ബോർഡുകളാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. ഒരു 3 പീസ് എടുത്തിട്ടുണ്ട്. ഇത് 3 ആർഡിനോ ബോർഡുകളാട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു ആർഡിനോ യൂനോ ബോർഡാണ്, ഇത് നമുക്ക് ആർഡിനോ നാനോ ബോർഡാണ്. ഇത് നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിലൊക്കെ ഇപ്പോൾ വാങ്ങാനായിട്ട് കഴിയും കേട്ടോ. പിന്നെ ഇത് വാങ്ങുന്ന കാര്യം പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഇതെല്ലാം കുറഞ്ഞ വിലയിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പറ്റിയ സൈറ്റാണ് ഐഹബ് കാർട്ട് എന്നുള്ളത് കേട്ടോ. ഈ ഐഹബ് കാർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സ്ഥലം വരുന്നത് കേരളത്തിലാണ്, അതോടെ നിങ്ങൾക്ക് വിശ്വസിച്ചാണ്ട് വാങ്ങാൻ പറ്റുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ യൂടെക്കിൻ്റെ സബ്സ്ക്രൈബറാണ് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ സാധനം പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഇതിൻ്റെ വിലയിൽ നിന്നും വളരെ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സാധനം വാങ്ങാനായിട്ട് കഴിയുന്ന കേട്ടോ. അപ്പോൾ അതോടെ നിങ്ങൾ എന്തായാലും ഇനി ചെയ്യുന്ന വീട്ടിലേക്ക് നമ്മൾ സാധാരണ ഇതൊക്കെ യൂസ് ചെയ്യാനാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കയ്യിൽ ഇത് ഉണ്ടാകുന്നത് മസ്റ്റാണ്, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ സംഭവങ്ങൾ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. വെറുതെ കണ്ടിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാണ്ട് കഴിയില്ല. അപ്പോൾ അതോടെ നിങ്ങളുടെ കയ്യിൽ ഇത് ഉണ്ടാകും മസ്റ്റുള്ള കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങളിത് എന്തായാലും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സൈറ്റാണ് ഐഹബ് കാർട്ട്. ഇവരെ ജസ്റ്റ് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്തുകൊണ്ട് യൂടെക്ക് വഴിയാണ് സാധനം വാങ്ങുന്നത് ജസ്റ്റ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ യൂടെക്കിൻ്റെ സബ്സ്ക്രൈബറാണ്, അപ്പോൾ യൂടെക്കിൻ്റെ സബ്സ്ക്രൈബർ ആയതുകൊണ്ട് ഡിസ്കൗണ്ട് കണക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ഓരോ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പിന്നെ ആർഡിനോ ബോർഡ് പോലുള്ള ബോർഡുകൾ, സെൻസറുകൾ ഇതൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ വാങ്ങാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങളിതൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഐഹബ് കാർട്ട് തന്നെ ചൂസ് ചെയ്യാം, കാരണം കുറഞ്ഞ വിലയിൽ സാധനം കിട്ടും. പിന്നെ യൂടെക്കിൻ്റെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഇതാക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ആർഡിൻ്റെ ബോർഡുകളെ കുറിച്ച് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ നമുക്കുള്ളത് മോട്ടറുകളെ കുറിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ മോട്ടറുകളെ കുറിച്ച് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർവോ മോട്ടറാണ് ഈ മോട്ടർ പറഞ്ഞാൽ കേട്ടോ. കണ്ടോ, ഇതാണ് സർവോ മോട്ടർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യാനായിട്ട് 5 വോൾട്ട് കൊടുക്കണം. 5 വോൾട്ട് കൊടുത്താൽ ഈ സർവോ മോട്ടർ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ സർവോ മോട്ടർ പല രീതിയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് 360 ഡിഗ്രി ആംഗിളിൽ കറങ്ങുന്ന സർവോ മോട്ടറുകൾ അവൈലബിൾ ആണ്. പിന്നെ 180 ഡിഗ്രി കറങ്ങുന്ന സർവോ മോട്ടറുകളുണ്ട്. അങ്ങനെ പല രീതിയിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വയർ കണക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഒരു ഗ്രൗണ്ട് പിന്ന് വരുന്നുണ്ട്, പിന്നെ ഒരു VCC വരുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ ഔട്ട് വയറും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് VCC എന്താ വെച്ചാൽ നമ്മളൊരു ബാറ്ററിയിൽ നിന്നൊക്കെ പവർ എടുക്കുമല്ലോ. ഈ പവർ എടുക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് 2 കണക്ഷൻ ഉണ്ടാവും, ഒന്ന് പോസിറ്റീവും ഉണ്ടാവും, ഒന്ന് നെഗറ്റീവും ഉണ്ടാവും. അതിൽ VCC നമുക്ക് പോസിറ്റീവായിട്ട് പറയാൻ പറ്റും, ഗ്രൗണ്ടിന് അതായത് GND എന്നുള്ളത് നമുക്ക് നെഗറ്റീവായിട്ടും പറയാം. പിന്നെ നമുക്കുള്ളത് ഔട്ട് വയറാണ്. ഈ ഔട്ട് വയർ യൂസ് ചെയ്ത് കണ്ടാണ് ഇതിലോട്ട് നമുക്ക് ഏത് രീതിയിലാണ് കോഡുകൾ ചെയ്ത് കണ്ട് ഇതിന് മാറ്റിയെടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഈ ഔട്ട് വയർ യൂസ് ചെയ്യാനാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ സെൻസറുകളെ കേസിൽ വരുന്ന സമയത്ത് നമുക്ക് അൾട്രാസോണിക് സെൻസർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അൾട്രാസോണിക് സെൻസർ. കാണുമ്പോൾ ഒരു കണ്ണ് പോലെ കണ്ട് ഒരു കണ്ണ് പോലെ കണ്ടു. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ കണ്ണ് പോലെ തന്നെയാണ് മെയിനായിട്ട് സെൻസർ കണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്ത് കാണും, നമ്മൾ ഒരു ആർഡിനോ ബോർഡിലോട്ട് കണക്ട് ചെയ്താണ് കോഡുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരുന്നത് വെച്ചാൽ ഇതിന് മുന്നിലോട്ട് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിനെ സെൻസ് ചെയ്യാൻ എന്ത് കഴിയും കേട്ടോ. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വെക്കുകയാണ്, ഇത് എൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ഉണ്ട്, ഈ എൻ്റെ മുന്നോട്ട് എന്തോ സംഭവം വരികയാണ്. അപ്പോൾ അതിന് സെൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് ഇത് നമുക്ക് കോഡ് ഇങ്ങനെ ചെയ്ത് കണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ കണ്ണ് പോലെ കാണാൻ കഴിയും. പിന്നെ ഇതിലോട്ട് വരുന്ന പിന്നുകൾ എന്താ വെച്ചാൽ VCC വരുന്നുണ്ട്. VCC പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് വരുന്നത് പോസിറ്റീവാണ് VCC. പിന്നെ ഗ്രൗണ്ട് ആണ് നെഗറ്റീവാണ്. പിന്നെ എക്കോ പിന്നും പിന്നെയുള്ള ട്രിഗർ പിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഡുകൾ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. പിന്നുള്ളതാണ് നമ്മുടെ മോട്ടർ ഡ്രൈവർ കേട്ടോ. അപ്പോൾ ഈ മോട്ടർ ഡ്രൈവറിനെ കുറിച്ച് പറയുന്നതിന് മുന്നായിട്ട് നമുക്ക് ആദ്യം ഒരു മോട്ടറിനെ പരിചയപ്പെടണം. ഇതാണ് നമ്മുടെ മോട്ടർ. ഇതെന്താ വെച്ചാൽ ഗിയർ മോട്ടറാണോ. നമ്മൾ നേരത്തെ പറഞ്ഞെന്താ വെച്ചാൽ സർവോ മോട്ടറായിരുന്നു കേട്ടോ. ഇതാണ് സർവോ മോട്ടർ. എന്നാൽ ഇതാണ് ഗിയർ മോട്ടർ കേട്ടോ. ഇത് നമുക്ക് സാധാരണ നമ്മൾ മിനി മോട്ടർ ഉണ്ടല്ലോ, ഇതേപോലത്തെ മിനി മോട്ടറാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമ്മുടെ ഈ ഗിയർ മോട്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് വരുന്നത് ഒരു ഗിയർ വരുന്നുണ്ട്, നമുക്ക് ഇതേപോലെ എടുക്കാനായിട്ട് കഴിയും.
പിന്നെ ഞാൻ ഈ കാണിച്ചുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഐഹബ് കാർട്ടിൽ കുറഞ്ഞ വിലയിൽ വാങ്ങാൻ കിട്ടും. നിങ്ങൾ മറ്റുള്ള സൈറ്റുകൾ നോക്കുന്ന സമയത്ത് നല്ല ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഐഹബ് കാർട്ടിലുണ്ട്. പിന്നെ അത് മാത്രമല്ല യൂടെക്കിൻ്റെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ വിലക്കുറവിൽ കിട്ടും. അപ്പോൾ അത് ആരും മറക്കണ്ട. ഇവിടെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളും. അപ്പോൾ അങ്ങനെ വരുന്നത്. പിന്നെ ഇതെല്ലാം ഞാൻ വാങ്ങിയിട്ടുള്ള ഐഹബ് കാർട്ടിൽ നിന്ന് തന്നെ കേട്ടോ. അപ്പോൾ അവരുടെ സൈറ്റിൻ്റെ ലിങ്കും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ മോട്ടറിൻ്റെ കാര്യം ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. സാധാരണ ഒരു മിനി മോട്ടർ ഏകദേശം ഒരു 15 രൂപയ്ക്ക് കിട്ടുന്ന മിനി മോട്ടറാണ് ഇവിടെ വരുന്നത്. കണ്ടോ, അത് ജസ്റ്റ് ഇതേപോലെ ഗിയറിലോട്ട് കണക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലോട്ട് പവർ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകും. പിന്നെ അതേപോലെ മറ്റു രീതിയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ബാക്കോട്ട് പോകുന്ന രീതിയിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഉള്ളതാണ് നമ്മൾ മോട്ടർ ഡ്രൈവറിൻ്റെ കാര്യം കേട്ടോ. നിങ്ങൾ ഈ മോട്ടർ ഡ്രൈവർ എങ്ങനെ സാധാരണ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് ഈ മോട്ടർ ഡ്രൈവറിനൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു ഗിയർ മോട്ടറിനോട് ഡയറക്റ്റായിട്ട് ആർഡിനോ ബോർഡിലോട്ട് 2 വയർ കൊടുത്താലൊന്നും ഇത് വർക്ക് ആകത്തില്ല. അപ്പോൾ അതിനും വേണ്ടിയാണ് നമുക്ക് മോട്ടർ ഡ്രൈവർ തന്നെ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മോട്ടറിനെ 2 പ്രാവശ്യം മുന്നോട്ട് കറക്കണം, അതിന് ശേഷം 2 പ്രാവശ്യം ബാക്കോട്ട് കറക്കണം. അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മോട്ടർ ഡ്രൈവർ മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മോട്ടർ ഡ്രൈവർ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഞാനിതിന് മുന്നായിട്ട് ചെയ്ത പ്രോജക്റ്റ് ഉണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ ഞാൻ ഈ മോട്ടർ ഡ്രൈവർ ആർഡിനോ ബോർഡും പിന്നെ മറ്റൊരു സംഭവം ഉണ്ട്, അത് കുറച്ച് കണ്ട് പറഞ്ഞുതരാം. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് ചെയ്തൊരു പ്രോജക്റ്റ് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോൺ വെച്ച് കാണും, മൊബൈൽ ഫോൺ വഴിയാണ് കണക്ട് ചെയ്യുന്നത്. മൊബൈൽ ഫോൺ കണക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് മുന്നോട്ട് നമ്മുടെ മൊബൈൽ ഫോണാണ് എൻ്റെ റിമോട്ട് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ മുന്നോട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർ മുന്നോട്ട് പോകും, ബാക്കോട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കോട്ട് പോകും. വെറും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഈ ആംഗിളിനനുസരിച്ച് നമ്മുടെ കാർ മുന്നോട്ട് ബാക്കോട്ടൊക്കെ പോകുന്ന രീതിയിലാണ് പ്രോജക്റ്റ് ആ രീതിയിലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കാർ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഇതേപോലെ ഗിയർ മോട്ടറൊക്കെ യൂസ് ചെയ്ത് കണ്ട് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ വരുന്നത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നോക്കട്ടെ, കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോജക്റ്റ് ഇതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഗിയർ മോട്ടറൊക്കെ യൂസ് ചെയ്യുന്നത് ചെയ്ത പ്രോജക്റ്റാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ വരുന്നുണ്ട്. ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ കുറച്ച് തന്നെ പറഞ്ഞത് കേട്ടോ. പിന്നെ നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മോട്ടർ ഡ്രൈവർ കേട്ടോ. ഈ മോട്ടർ ഡ്രൈവറാണ് ഇവിടെ അടുത്തിട്ടുള്ള 2 മോട്ടറിനെയും കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എന്തായാലും ഇങ്ങനെയുള്ള പ്രോജക്റ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ഐഹബ് കാർട്ടിൽ ഇതിനൊക്കെ ഒരു കിറ്റ് അവൈലബിൾ ആട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ രീതിയിൽ പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കിറ്റായിട്ട് തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു കിറ്റ് രീതിയിൽ തന്നെ വാങ്ങാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ഡിസ്കൗണ്ടും ഉണ്ട്. യൂടെക്കിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് ഡിസ്കൗണ്ടാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിനെ കുറിച്ച് ഇനി മനസ്സിലാക്കാം. അപ്പോൾ അതിനും വേണ്ടിയാണ്ട് ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ എടുക്കാം. ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ എന്താ വെച്ചാൽ ഇതിൻ്റെ പേരാണ് HC05 ബ്ലൂടൂത്ത് മൊഡ്യൂൾ. നമ്മൾ മൊബൈൽ ഫോണായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ എക്സാമ്പിൾ എടുക്കാം. എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, ഇവിടെ എൻ്റെ കാറും ഉണ്ട്. ഓക്കെ, ഇവിടെ എൻ്റെ കാറുണ്ട്, ഈ റോബോട്ട് കാർ എൻ്റെ കയ്യിലുണ്ട്. ഇനി എനിക്ക് മൊബൈൽ ഫോൺ കൺട്രോൾ ചെയ്തുകൊണ്ട് ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഈ കാറിന് മുന്നോട്ടും ഇതാക്കണം, അതേപോലെ ബാക്കോട്ട് ഇതാക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഇതായിട്ട് കണക്ട് ചെയ്യണം. മൊബൈൽ ഫോൺ വഴി കണക്ട് ചെയ്താൽ മാത്രമേ ഇതിന് മുന്നോട്ടും ബാക്കോട്ടൊക്കെ പോകാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ പോകുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് വയറൊക്കെ വെച്ചാണ് ചെയ്യാൻ കഴിയും. അതായത് ജസ്റ്റ് ഒരു റിമോട്ട് ഉണ്ടാവും, അതിന് വലിയ നീളത്തിലൊരു വയർ ഉണ്ടാവും. ആ വയറിനനുസരിച്ച് ജസ്റ്റ് സ്വിച്ച് വെക്കുന്ന സമയത്ത് മുന്നോട്ട് പോകും, ബാക്കോട്ട് പോകും. അങ്ങനെ വയർ വെച്ച് കാണാൻ കുറേ മുന്നൊക്കെ ആയിട്ട് JCB ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറുപ്പത്തിലൊക്കെ ഒരു കളിച്ചൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെ വരുന്നത് വെച്ചാൽ ഇതിൽ വയറൊന്നുമില്ല, ജസ്റ്റ് മൊബൈൽ ഫോൺ സെപ്പറേറ്റ് വേറെ എടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ നമ്മുടെ കാറും വേറെ സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ ഇത് രണ്ടും കണക്റ്റഡ് ആയിരിക്കും, ബ്ലൂടൂത്ത് വഴി കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാനുള്ള സംഭവമാണ് നമ്മുടെ HC05 ബ്ലൂടൂത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ സംഭവം ചെറുതാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോജക്റ്റ് പറഞ്ഞാൽ ഈ കാറാണെന്നുണ്ടെങ്കിൽ ഈ കാറിന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൊബൈൽ ഫോണിൽ ഒരു സ്വിച്ച് നോക്കി കിടക്കുക, അതായത് കീ പ്രസ് ചെയ്ത് മുന്നോട്ടുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർ മുന്നോട്ട് പോകും. അപ്പോൾ ആ രീതിയിലൊക്കെ ബ്ലൂടൂത്ത് വഴി കൺട്രോൾ ചെയ്യുന്ന ഹെഡാണ് നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂൾ. ഓക്കെ, ഇതിൽ പിന്നെ വരുന്നത് എങ്ങനെ വെച്ചാൽ VCC വരുന്നുണ്ട്. VCC ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 വോൾട്ട്, അതായത് 5 വോൾട്ട് കൊടുത്താൽ ഇത് ഓണാവും. ഓക്കെ, പിന്നെ ഉള്ളത് ഗ്രൗണ്ടാണ്. നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കാൻ ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യുക. പിന്നെ TX RX പിന്നെ എന്നുള്ള വീട്ടിന്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിലൊക്കെ ആയിട്ട് ഇനി കാണിച്ചിട്ടുണ്ട്. TX RX പിന്നൊക്കെ എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഇത് സീരീസ് തന്നെയാണ്. അപ്പോൾ ഈ സീരീസ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുന്നതോട് കൂടി സിമ്പിളായിട്ട് പ്രോജക്റ്റ് ചെയ്യാനും പല രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്യാനൊക്കെ കഴിയും. പിന്നെ അത് മാത്രമല്ല ChatGPT ഒക്കെ വരുന്നുണ്ട്. ChatGPT വെച്ച് കണ്ടതൊക്കെ എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണണം. പിന്നെ അത് മാത്രമല്ല ഈ വീഡിയോ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഒരുപാട് ശബ്ദം എടുത്തിട്ടാണ് പറയുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങളും അതിനനുസരിച്ചുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. ഇനിയുള്ളതാണ് പ്രോക്സിമിറ്റി സെൻസർ കേട്ടോ. കാണുമ്പോൾ 2 LED മുന്നിൽ എന്തൊക്കെ കത്തിച്ച പോലെ തോന്നും. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ നേരത്തെ കാണിച്ച അൾട്രാസോണിക് സെൻസറിൻ്റെ പോലെ തന്നെ ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്.
അപ്പോൾ കുറേ സെൻസറുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു കുറഞ്ഞ സെൻസറൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഈ പ്രോക്സിമിറ്റി സെൻസറിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബ്ലാക്ക് LED, പിന്നെ ഇവിടെ ഒരു വൈറ്റ് LED ആണ്, എന്തൊക്കെ കുറച്ച് LED, പിന്നെ ഇവിടെ എന്തൊക്കെ തിരിക്കാനുള്ള സംഭവം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് തോന്നും. അപ്പോൾ ഇതെങ്ങനെ വരുന്നത് വെച്ചാൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അൾട്രാസൗണ്ട് സെൻസറിനെ പോലെ തന്നെയാണ്. മുന്നോട്ട് എന്തെങ്കിലും ഒബ്ജക്റ്റ് കണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ ഇത് കഴിയും. പിന്നെ അത് മാത്രമല്ല പല രീതിയിൽ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ടിവിൻ്റെ റിമോട്ട് കണ്ടില്ല, നിങ്ങൾ ടിവിൻ്റെ റിമോട്ടിന് മുന്നിൽ ഈ ബ്ലാക്ക് LED ഒക്കെ ഉണ്ടാവും. അതായത് ജസ്റ്റ് വിട്ട് നിന്നാണ്ട്, അതായത് TV അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നിന്നാണ്ട് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ടിവിത്തെ ചാനലുകൾ മാറി നിങ്ങൾ കണ്ടിരിക്കുക. അപ്പോൾ അതിനൊക്കെ ഇതേപോലത്തെ LED ആണ്, IR എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അങ്ങനെയുള്ള LED ഒക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു സെൻസറാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട് വരുന്നുണ്ട്, പിന്നെ ഗ്രൗണ്ട് വരുന്നുണ്ട്, പിന്നെ VCCയും ഗ്രൗണ്ടും മനസ്സിലായി. ഔട്ട് എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് എന്താണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഔട്ട് വയറായിട്ട് നമ്മൾ കണക്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് 2 LED വരുന്നുണ്ട്. ഒന്ന് പവർ കൊടുത്തു കഴിഞ്ഞാൽ കത്താനുള്ള LED, പിന്നെ സെൻസറിനെ ഇതാക്കില്ല. അതായത് ഇപ്പോൾ ഇതിങ്ങനെ ഇവിടെ വെച്ചതിന് ശേഷം കൈ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന് ഡിക്റ്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു LED കത്തും. അതായത് ജസ്റ്റ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന സംഭവത്തിനെ അറിയിക്കാനുള്ളതാണ് ഈ LED. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ഇതും പിന്നെ 5 വോൾട്ട് 3.3 വോൾട്ടിലൊക്കെയാണ് വർക്ക് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം കാര്യമൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റുള്ളതാണ് എന്താ വെച്ചാൽ നമ്മുടെ LDR ആണ്. LDR എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ഡിപ്പെൻഡിങ് റെസിസ്റ്റർ എന്ന് പറയാൻ കേട്ടോ. അതായത് നമുക്ക് ലൈറ്റിനെ ഡിക്റ്റേറ്റ് ചെയ്ത് കണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് വേണ്ട, ഇവിടെ സൂര്യപ്രകാശം ഉണ്ടല്ലോ, ഈ സൂര്യപ്രകാശത്തിനെ സെൻസ് ചെയ്ത് കണ്ട് വേറെ എന്തെങ്കിലും ഇപ്പോൾ ഒരു LED, ആ ഒരു LED കത്തിക്കണം. അതായത് ഇവിടെ ഇപ്പോൾ രാത്രി ആവുന്ന സമയത്ത് എൻ്റെ LED കത്തണം, രാവിലെ ആവുന്ന സമയത്ത് LED ഓഫ് ആവണം. അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സെൻസർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അവിടെ നമുക്ക് LDR പോലത്തെ സെൻസറുകൾ യൂസ് ചെയ്യണം. LDRൻ്റെ ഫുൾ ഫോം ആണ് ലൈറ്റ് ഡിപ്പെൻഡിങ് റെസിസ്റ്റർ. ഓക്കെ, ജസ്റ്റ് ഒരു ഏകദേശം ഒരു 8 രൂപയ്ക്കായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണോ. അപ്പോൾ നിങ്ങൾ എന്തായാലും iHub കാർട്ടിനെ ജസ്റ്റ് യൂടെക് വഴിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ കുറഞ്ഞ വിലയിൽ സാധനം വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ റോബോട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ കിറ്റ് പോലെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആരോ ഒരു ഡ്രോണിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഡ്രോണും അവൈലബിൾ ആണ്, ജസ്റ്റ് ഡ്രോണിൻ്റെ കിറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങളൊക്കെ വാങ്ങണം, സ്വന്തമായിട്ട് പ്രൊജക്റ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. അവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പറും ഞങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല കമൻറ്റ് ബോക്സിന് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ എന്തെങ്കിലും പുതിയ സംഭവങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പൈസ ഒക്കെ മുടക്കുക എന്നുള്ളത് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും പൈസ മുടക്കണോ അങ്ങനെയാണെന്ന് നോക്കിക്കരുത്. കാരണം ഒരു പുതിയ സ്കില്ല് പഠിക്കുകയാണ്. ആ സ്കില്ല് പഠിച്ചാൽ നിങ്ങൾക്ക് കുറേ ഉപകാരങ്ങളുണ്ട്. അതൊക്കെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഓരോ സംഭവങ്ങൾ ചെയ്യാനത് കണ്ടോ, റോബോട്ട് കർവുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ എന്തായാലും ജസ്റ്റ് നിങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ ഉള്ള ബ്ലൂടൂത്ത് മോഡ്യൂൾ കാണിച്ചു തരാം കേട്ടോ. നമ്മളിങ്ങനെ പല ആവശ്യത്തിനും വേണ്ടിക്കാണ്ട് വാങ്ങുന്ന ബ്ലൂടൂത്ത് മോഡ്യൂളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ 3 ബ്ലൂടൂത്ത് മോഡ്യൂളുണ്ട് കണ്ടോ. ലൈറ്റ് എത്രത്തോളം ഉണ്ട് അറിയില്ല. 3 ബ്ലൂടൂത്ത് മോഡ്യൂളുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഉപയോഗിക്കും, ചിലപ്പോഴൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ ഓക്കെ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ ജസ്റ്റ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾക്ക് കമ്പോണൻസിനെ കുറിച്ചൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി വരുന്ന വീഡിയോ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യണം, അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾക്കായിട്ട് വേണമെങ്കിൽ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഇതൊക്കെ വേണം കേട്ടോ. അതായത് ഇതെല്ലാം കൂടെ വേണമെന്നല്ല, ഒരു ആർഡിൻ്റെ ബോർഡ് മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പോൾ അതിന് നിങ്ങൾ വേണമെങ്കിൽ iHub കാർട്ടിനെ കോൺടാക്ട് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് വേറെ സൈറ്റ് നോക്കണമെങ്കിൽ അങ്ങനെ നോക്കാം. ജസ്റ്റ് കുറഞ്ഞ വിലയിലാണെന്നുണ്ടെങ്കിൽ iHub കാർട്ടും ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവർ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അവരെ കോൺടാക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിൽ നല്ലൊരു വെറൈറ്റി വീഡിയോ നമുക്ക് വീണ്ടും കാണാതിലേക്കും. ഗുഡ് ബൈ.